ജസ്നയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. ജസ്നയെ കണ്ടതായി പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണിയുടെ മൊഴി സിബിഐ രേഖപ്പെടുത്തി. മുണ്ടക്കയം റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ സിബിഐ സംഘം മൊഴിയെടുത്തത്. സിബിഐയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ കുറ്റബോധം തോന്നുന്നുവെന്നും ലോഡ്ജ് ജീവനക്കാരി രമണി പറഞ്ഞു. അതിന് കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായ വൈരാഗ്യം ഒന്നുമല്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം ഇങ്ങനെയാണോ തീർക്കുന്നത്? പറയാനുള്ള കാര്യമുണ്ട്. വീട്ടിൽ ബിജുവായിട്ടുള്ള പ്രശ്നം വീണ്ടും എന്നെ ഞാൻ കൊച്ചു പെമ്പിള്ളേരെ കൊണ്ടുപോയി വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരായിരിക്കും. എന്നാൽ പിന്നെ പുള്ളി ചെയ്ത കാര്യം പറഞ്ഞേക്കാന്ന് വെച്ചു. അതുകൊണ്ട് ജി ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ജസ്ന തിരോധാനത്തിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലോടുകൂടി ഇപ്പോഴിതാ വീണ്ടും സിബിഐ അന്വേഷണവുമായി എത്തിയിരിക്കുന്നു. അതേ ലോഡ്ജിൽ അതേ സ്ഥലത്ത് അന്വേഷണം നടത്തുന്നു സിബിഐ. കൃത്യമായി മൊഴി നൽകിയെന്ന് രമണി പറയുന്നു. ഏറ്റവും പ്രധാനമായി ഇവിടെ ജസ്ന ഉണ്ടായിരുന്നു. ജസ്നയുടെ വീണ്ടും ജസ്ന കാണാമറയത്തായത് ഈ ലോഡ്ജിന് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ അന്വേഷണമാണോ സിബിഐ നടത്തുന്നത്? എന്തൊക്കെയാണ് പ്രധാനമായും ഇന്ന് സിബിഐക്ക് ലഭിച്ച പ്രധാന വിവരങ്ങൾ? രമണിയുടെ മൊഴി എന്തൊക്കെയാണ് ശ്രീജിത്ത്? ഭവ്യ, ഇതൊരു പ്രധാന വഴിത്തിരിവാണോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും രമണിയുടെ വാചകത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ തന്നെ അവർ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് നേരിട്ട് മനസ്സിലാകാവുന്ന കാര്യമാണ്. അത് അവർ പറഞ്ഞത് താൻ ഈ ലോഡ്ജുടമയായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് താൻ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് ആദ്യം അവർ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ കാണിച്ച പ്രതികരണത്തിൽ തന്നെ അവർ രണ്ടാമത് പറയുന്നുണ്ട്, തനിക്കെതിരെ ഈ ലോഡ്ജുടമ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, താൻ കൊച്ചു പെമ്പിള്ളാരുമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾക്കെതിരെയും തനിക്ക് പറയാനുണ്ട്, അതങ്ങ് പറഞ്ഞേക്കാം എന്ന് കരുതി എന്നാണ് പറയുന്നത്. അതായത് ഈ ലോഡ്ജുടമ ബിജു സേവ്യർ നേരത്തെയൊക്കെ ആരോപിച്ചതുപോലെ ഇവരെ ഈ ജോലി സ്ഥലത്ത് നിന്ന് പുറത്താക്കിയ അടക്കമുള്ള വിഷയങ്ങളിൽ ചില പരസ്പരമുള്ള ചില വൈരാഗ്യങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഫലത്തിൽ സ്ഥിരീകരിക്കുക കൂടിയാണ് ഈ രമണിയുടെ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ഇവരിങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും, ഇവരുടെ കിടയിലെ ഒരു ശത്രുതയാണെങ്കിൽ പോലും സിബിഐയെ സംബന്ധിച്ച് ഇതൊരു മൊഴി വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് അത് സ്വാഭാവികമായും അത് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്കാണ് സിബിഐ സംഘം കടന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ ഒരു ലോഡ്ജിലാണ് ആദ്യം എത്തി അവിടെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഈ ബിജു സേവ്യറിനെ ഈ മുണ്ടക്കയം റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യലല്ല, മൊഴിയെടുപ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ രമണിയെ കൂടി വിളിച്ച് ചോദ്യം ചെയ്തത്. എല്ലാ കാര്യങ്ങളും സിബിഐയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് രമണി പറയുന്നത്. എന്തായാലും ഇത്തരം മൊഴികൾ നേരത്തെയും ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ വന്നിട്ടുണ്ട് എന്നാണ് അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഇതൊരു വഴിത്തിരിവായി മാറും, എത്രത്തോളം ഇത് മുന്നോട്ട് പോകും എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും പുതിയ അന്വേഷണ സംഘമാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാനായാൽ ഒരുപക്ഷെ ഇതൊരു നാളെ ഒരു വഴിത്തിരിവായി മാറിയേക്കാം. അല്ലെങ്കിൽ ഇതൊരു പരസ്പര വൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള ചില അതെ, ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ രമണി നൽകിയ മൊഴി, മാധ്യമങ്ങളോട് രമണി നൽകിയ മൊഴിയിൽ ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചതിൽ ഒരു കൃത്യതയില്ല, പരസ്പര വിരുദ്ധമായി അവർ സംസാരിക്കുന്നുവെന്ന് ശ്രീജിത്ത് ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ തന്നെയാണോ സിബിഐയുടെയും വിലയിരുത്തൽ? സിബിഐ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ ഈ മൊഴിയെടുപ്പിന് ശേഷം രമണിയുമായുള്ള? അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ കേസിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിനെയൊക്കെ പൂർണ്ണമായും തള്ളുക തന്നെയല്ലേ ലോഡ്ജ് ഉടമ? എന്താണിത് സംബന്ധിച്ച് അറിയാൻ സാധിച്ചത് ശ്രീജിത്ത്? സിബിഐ സംഘം സ്വാഭാവികമായും ഇതിനൊരു മുൻധാരണയോടുകൂടി സ്വീകരിക്കാൻ സാധ്യതയില്ല. സിബിഐ ഇത് കുറെ പഴയ കേസാണ്, 6-7 വർഷം മുൻപുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ തെളിവുകൾ ഇനി കണ്ടെത്തുക, ഇനി ഇതിന് പിന്നാലെ എത്രത്തോളം പോകാൻ കഴിയും എന്നൊക്കെയുള്ള സാധ്യതകൾ മങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഇതൊരു ക്ലോഷർ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് എല്ലായിടത്തും അന്വേഷിച്ചു, ഇനി ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് കോടതിയെ അറിയിച്ചത്. പക്ഷെ അപ്പോഴും ജസ്നയുടെ പിതാവ് ഇനിയും ഇതിൽ പല കാര്യങ്ങളും പരിശോധിക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില രേഖകൾ കോടതിക്ക് കൈമാറുകയായിരുന്നു. അതിനെ തുടർന്നാണ് കഴിഞ്ഞ 2 മാസമായി ഇതിലൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്ന നിലയിലേക്ക് വീണ്ടും സിബിഐ സംഘം എത്തിയത്. അതിന് പിന്നാലെയാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തലൊക്കെ ഈ ഘട്ടത്തിൽ വന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ വന്നതിൽ ജസ്നയുടെ പിതാവിനും പല സംശയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ഈ വഴിത്തിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ജസ്നയുടെ പിതാവ് പറഞ്ഞത്. എന്തായാലും ലോഡ്ജ് ഉടമ നേരത്തെ പറഞ്ഞത്
ഈ ഒരു കേസിൽ ഇങ്ങനെ ഇവരിപ്പോൾ പറയുന്നത് ഇത് ഒരു വൈരാഗ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രതികരണം മനസ്സിലാക്കുമ്പോൾ ഈ മുണ്ടക്കയം സ്വദേശിനിയായ രമണിക്ക് അവർ പറഞ്ഞതിൽ ചില അവ്യക്തതകൾ, പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ നിൽക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് CBI സംബന്ധിച്ചൊരു അന്വേഷണ സംഘമാണ്. അവർക്ക് ഇങ്ങനൊരു വിവരം വരുമ്പോൾ അവർ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കാര്യമായി എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും CBI പരിശോധന തുടരുകയാണ്. തീർച്ചയായും ജസ്നയെ കണ്ടതായി പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരി രമണിയുടെ മൊഴി CBI രേഖപ്പെടുത്തി. മുണ്ടക്കയം റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയ CBI സംഘം മൊഴിയെടുത്തത്. CBIയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ തനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട് എന്നാണ് ലോഡ്ജ് ജീവനക്കാരി രമണി പറഞ്ഞത്. പക്ഷേ അപ്പോഴും രമണിയുടെ വാക്കുകളിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് G. ശ്രീജിത്ത് നൽകുന്ന റിപ്പോർട്ട്. നമുക്കിനി ശിരൂരിൽ